ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു 3 ദിവസം മുമ്പ് എൻ്റെ അനിയനെയും കൊണ്ടിട്ട് നമ്മൾ ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കാല് മുറിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവന് 2 ദിവസം കഴിഞ്ഞ് സ്പോർട്സ് ഉണ്ട്. അപ്പം അതിനിറങ്ങുമ്പം ഇത് പ്രശ്നമാവുമെന്ന് വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. ഞാനും അനിയനും കൂടാണ് പോയത്. അപ്പോൾ ജനറൽ ഒ പിയിലാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നത്, കൊണ്ടുപോയി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അവൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കയറിയപ്പോഴും ഞാൻ ആ വീഡിയോ ഓൺ ആക്കിയപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആണോ ശരി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ഓഫ് ചെയ്തു. ഓക്കെ, അതെൻ്റെ മിസ്റ്റേക്കാണ്. കാരണം നിയമം ഉള്ളതാണ്, നമ്മളങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, അവരെ ചിലപ്പോൾ പേഴ്സണൽ അവർക്ക് ഇഷ്ടക്കേട് കാണും. അതുകൊണ്ട് തന്നെ ഞാനത് ഓക്കെ പറഞ്ഞ് ഞാൻ നിർത്തി. എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. മനസ്സിലായപ്പോൾ ഞാൻ അതങ്ങ് നിർത്തി. അപ്പം അവരെന്നോട് പറഞ്ഞു വെളിയിൽ പോകുന്ന പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ? അപ്പം പറഞ്ഞു അത് ഡ്രസ്സ് ചെയ്താൽ പോരെ, അത് അവൻ പറഞ്ഞോളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ, നിങ്ങൾ പുറത്തു പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അതെന്താണ് കാര്യം എന്ന് വെച്ചിട്ടൊന്നും അവർ പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുറത്തോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വെളിയിൽ വന്നു. അപ്പം ഞാൻ വെളിയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവരെന്നെ അവിടുത്തെ നോക്കുന്നുണ്ട്. മാസ്ക് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ കാണാൻ പറ്റും പുള്ളിക്കാരിങ്ങനെ നോക്കുന്നത് ഇടയ്ക്കൂടി. അത് കഴിഞ്ഞ് അവനെ ഇറക്കി ഞാൻ പോയി കഴിഞ്ഞ് ഡ്രസ്സിങ്ങിന് ചെന്നപ്പോഴും ഞാൻ ഇതുപോലെ ഈ കാര്യം അവിടെ എനിക്ക് അറിയാവുന്ന ഒരാളായിരുന്നു, ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് സൂപ്പർവൈസറോട് കംപ്ലൈൻറ്റ് ചെയ്യണമെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആക്ച്വലി സൂപ്പർവൈസറിനോട് കംപ്ലൈൻറ്റ് ചെയ്തതിനോട് താല്പര്യം. ഇടപെട്ടാലും ഞങ്ങളും ആ ഡോക്ടറും ആ സൂപ്പർവൈസറും മാത്രമായിരിക്കും കാര്യങ്ങൾ അറിയുന്നുണ്ടാവുക. പുള്ളിക്കാരിക്ക് പിന്നെയും അത് വേണം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വേറൊന്നുമല്ല ഉദ്ദേശിച്ചത്, നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് കാണുന്നതിൽ 10-7 പേരെങ്കിലും ഇതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ഇതല്ല മറ്റൊരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ, ആളുകളിൽ എത്തിക്കുന്നതിലൂടെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ആൾക്കാർക്ക് അഭിപ്രായം പറയാനും എന്താ പറയുക, ഇതിനെതിരെ പ്രതികരിക്കാനും പറ്റും. ആക്ച്വലി ഇതെനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരുപാട് അനുഭവങ്ങളും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതും ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 2 മാസം ഇന്റേൺഷിപ്പിന് നിന്നിട്ടുള്ള ആളാണ്, എൻ്റെ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട്. സോ അവിടെ ഞങ്ങളോട് മാനേജ്മെൻറ്റിൽ നിന്ന് പറഞ്ഞ ട്രെയിനീസായി ഞങ്ങളോട് പറഞ്ഞ കാര്യം, അത് ട്രെയിനീസ് എന്നല്ല, അവിടുത്തെ സെക്യൂരിറ്റി മുതൽ അവിടുത്തെ ഡോക്ടേഴ്സ് വരെയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവർ പറയുന്നത്, ഇവിടെ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ല രീതിയിൽ നേരിടാൻ നോക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവരൊരിക്കലും സ്റ്റാഫിന്റെ കൂടെ നിൽക്കില്ല, അവർ പേഷ്യന്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. അവർക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് വലുത്. ഓക്കെ, അവരുടെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് ഡോക്ടേഴ്സിനാണെങ്കിലും നഴ്സുമാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും അവർക്ക് സാലറി കിട്ടണമെങ്കിൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ചിലപ്പോൾ അത് തന്നെ ആവാം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ എനിക്ക് തോന്നുന്നു ഡ്രോബാക്ക്. കാരണം അവരെ സംബന്ധിച്ച് അവർ എന്ത് ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് സാലറി കിട്ടുന്നുണ്ട്. അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ആരും അവിടെ പോയി കാണുന്നുണ്ടെങ്കിൽ അത് ഫ്രീ സർവീസ് അല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ടാക്സ് അടയ്ക്കുന്നു, നമ്മൾ GST അടയ്ക്കുന്നു, എല്ലാം അടച്ചിട്ടാണ് ഈ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്. അതുപോലെ ഈ പറഞ്ഞ പൈസ തന്നെയാണ്, നമ്മൾ അടയ്ക്കുന്ന പൈസ തന്നെയാണ് അവിടുത്തെ ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും കൊടുക്കുന്നത്. അവരാരും ഫ്രീ സർവീസ് ചെയ്യുന്നവരല്ല. ഞാൻ ആർക്കും ചികിത്സ കൊടുക്കും, പക്ഷെ ഞാൻ പൈസ വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച് ജോലി ചെയ്യുന്നവരല്ല അവർ പൈസ വാങ്ങിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഞാൻ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് ആ റെസ്പോൺസിബിലിറ്റി കാണിക്കാമെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് റെസ്പോൺസിബിലിറ്റി കാണിക്കാം. ഇത് ഡോക്ടർമാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഒരുപാട് അടുത്ത സ്റ്റാഫ്, ഈവൻ ക്ലീനിങ് സ്റ്റാഫിന്റെ വരെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ചില ക്ലീനിങ് സ്റ്റാഫൊക്കെ ഭയങ്കര റഫായിട്ടാണ് പേഷ്യൻസിനോടും കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനോടും പെരുമാറുന്നത്. വീഡിയോ ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കിട്ടാനോ അല്ലെങ്കിൽ ലൈക്ക് കൂടുതൽ കിട്ടാനോ ഒന്നുമല്ല. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റിനോടൊപ്പം തന്നെ നമ്മളുടെ പ്രശ്നങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. സോ ഇത് നമുക്ക് എത്തിക്കാൻ പറ്റിയാൽ, ഒരു പക്ഷേ ഞാൻ ഇട്ട വീഡിയോ ഈ കാര്യം ചെയ്ത ഡോക്ടർ തന്നെ കാണാനിടയായാൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ശിക്ഷ അത് തന്നെയാണ്. കാരണം അവർ ചെയ്ത ആ ഒരു കാര്യം, ഞാൻ മാത്രം അറിഞ്ഞ ആ ഒരു കാര്യം 100 അല്ലെങ്കിൽ 1000 പേര്, അറ്റ്ലീസ്റ്റ് 100 പേരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് അത് തന്നെയാണ് അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന ശിക്ഷ. അപ്പോൾ അവർ വാണിംഗ് ആണ്. അതായത് നാളെ ഞാൻ ഇനിയും ഇതുപോലെ കാര്യങ്ങൾ ചെയ്താൽ ഇതുപോലെ ആളുകൾ ഇനിയും അറിയും. ഒരുപക്ഷെ ഞാൻ പേര് പറയാത്തത് പോലെ ബാക്കിയുള്ളവർ പേര് പറയാതിരിക്കണം എന്നില്ല, പേര് പറഞ്ഞേക്കാം. അതുകൊണ്ട് വെറുതെ അവരുടെ ജോലി
ഇല്ലാണ്ടാക്കാതെ, അല്ലെങ്കിൽ നമുക്കറിയാം ഡോക്ടർ എന്ന് പറയുന്നത്, ഞാനൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം അവിടെ ഒരു ഹോസ്പിറ്റലില് ഒരു സെക്യൂരിറ്റി മുതൽ അവിടുത്തെ ഡോക്ടറിന് വരെ വേണ്ട മെയിൻ ഒരു കാര്യമാണ് ഹ്യൂമാനിറ്റി. അത് ഏറ്റവും കൂടുതൽ വേണ്ട ആളാണ് ഡോക്ടർ. ഹ്യൂമാനിറ്റിയും അതുപോലെ കെയറും ലവിങ്ങുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ വീഴ്ചയാണ്. അവരൊരിക്കലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറുമ്പോൾ അവർ കംപ്ലീറ്റ് ആവുന്നില്ല. അവരുടെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ബേസ് പഠിച്ചിറങ്ങുന്ന ഓരോരുത്തരോടും പറയുന്ന കാര്യമാണ്, ഓരോ ഡോക്ടേഴ്സിനോടും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ശത്രുക്കളാണെങ്കിൽ പോലും നിങ്ങൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന്. സോ അങ്ങനെ പഠിപ്പിക്കുന്നിടത്ത് എന്തിനാണ് ഈ 10-15 മിനിറ്റ് കാണുന്ന ആ സ്ട്രേഞ്ചേഴ്സിനോട് ഇങ്ങനെ പെരുമാറുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. സോ ഞാനിപ്പം നേരിട്ട ഒരു കുഞ്ഞു കാര്യമാണ്, പക്ഷെ ഇതുപോലെ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നേരിട്ട ആൾക്കാരായിരിക്കാം ഈ വീഡിയോ കാണുന്നത്. ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു പക്ഷേ ഇതൊരു അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ശിക്ഷയായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവർ മനസ്സിലാക്കണം, അവർ കാണണം, അവരറിയണം നമ്മളാരും മിണ്ടാതിരിക്കുന്നവരല്ല. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളത് സൊസൈറ്റിയോട് തുറന്ന് പറയും. അവർ പറഞ്ഞത് 10 പേരുടെ മുന്നിലാണെങ്കിൽ അവർ 100 പേരുടെ മുന്നിൽ നാണം കെടേണ്ടി വരും എന്നുള്ള ചിന്ത അവർക്കുണ്ടാവണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുക. സോ താങ്ക് യു സോ മച്ച്. ബൈ.